ഹായ് ഗൈസ്, അപ്പോൾ ഫിഷ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു 4-5 വെറൈറ്റി ഗപ്പീസ് ഉണ്ട്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ, അപ്പോൾ ഇത് തായ്ലാൻഡ് ബ്ലൂ എന്ന് പറഞ്ഞൊരു ഇനമാണ്. അപ്പോൾ ഇതിൽ 2 ഫീമെയിലും 1 മെയിലും ആയിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം എടുത്തതിൽ 1 ഫീമെയിലും 1 മെയിലും ആയിട്ടാണ് എടുത്തത്. അപ്പോൾ അതിൽ ഫീമെയിൽ ബ്രീഡാവാത്തത് കൊണ്ട് ഞാൻ വേറൊരു ചെറിയൊരു ഫീമെയിലിനെ കൂടെ എടുത്തു. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ നേരത്തെ ഏറ്റവും കൂടുതലും പ്രായം കൂടിയ ഫീമെയിൽ നോക്കുക, ചെറുത് നോക്കി വാങ്ങിക്കണമായിരിക്കും ഏറ്റവും നല്ലത്. പെട്ടെന്ന് ബ്രീഡാവുക അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത വേറെ ഐറ്റത്തിലോട്ട് പോകാം. അപ്പോൾ ഇത് വൈറ്റ് എക്സിഡോ ആണ്. വൈറ്റ് എക്സിഡോ ഞാൻ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1 ഫീമെയിലും 1 മെയിലുമായിട്ടാണ് ഇട്ടേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പെയർ തന്നെയാണ്. നല്ലോണം കുറേ കുട്ടികളൊക്കെ കിട്ടുന്നതാണ് ഇതിൽ നിന്നും. വൈറ്റ് എക്സിഡോയിൻ്റെ കുട്ടികളാണ്. ഒരു 10 കുട്ടികൾ അടുപ്പിച്ചുണ്ട് ഇതിൽ. അടുത്തതായിട്ട് ഗൈസ്, ഇതിപ്പോൾ ബ്ലൂ ലൈസ് എന്ന് പറയുന്നൊരു പെയറാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് ഒരാഴ്ച ആവുന്നുള്ളൂ. ഇത് ബ്രീഡായിട്ടില്ല, ബ്രീഡാവുമായിരിക്കും. അപ്പം ഇതിൽ ഞാൻ ഇട്ടേക്കെന്ന് പറഞ്ഞാൽ മാവലയാണ്. മാവല ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. മാവല ഇടുന്നത് കൊണ്ട് വെള്ളം നല്ല തെളിഞ്ഞ് കിടക്കുകയും വെള്ളത്തിന് നല്ല ഗുണമെന്നൊക്കെയാണ് അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ മാവല ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഇതാണ് യെല്ലോ ടെക്സിഡോയിലെ ഇതുമായിട്ടാണ്, ഇത് രണ്ടുമായിട്ടാണ് പെയർ. ബാക്കിയെല്ലാം ഇതിൻ്റെ ഫസ്റ്റ് ബാച്ച് കുട്ടികളാണ് ഈ കിടക്കുന്നത്. ഏകദേശം 1-1.5-2 മാസം ആയിട്ടുണ്ട്. ഇത് അടുത്ത് ഇതിൻ്റെ വേറെ കുട്ടികളുണ്ട്, ആ കുട്ടികളെ കാണിച്ചു തരാം. ഹലോ, അപ്പോൾ ഇതാണ് യെല്ലോ ടെക്സിഡോയുടെ സെക്കൻഡ് ബാച്ച് കുട്ടികളാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ തവള കുട്ടികളൊക്കെ ഉണ്ട്. തവള ഇവിടുത്തെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ തവളയാണ്. അത് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും കയറി മുട്ടയിടും, അങ്ങനെയാണ്. ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് ഇതെൻ്റെ മിക്സ്ഡ് ഗപ്പീസാണ്. ഇതിൽ കുറേ കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഈ താമര ഞാനൊരു കുളത്തിൽ നിന്ന് എടുത്തതാണ്. ഏകദേശം ഒരു 2 ആഴ്ചയാവും ഇത് സെറ്റ് ചെയ്തിട്ട്. അപ്പം ഇതിൽ ഈ മണ്ണ് ഞാൻ സെറ്റ് ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാ മണ്ണിലാണ് എടുത്ത് ഞാൻ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അഴുകി പോകുമെന്ന് അറിഞ്ഞില്ല. ഇത്ര നാളായിട്ട് കുഴപ്പമില്ലായിരുന്നു. ഈ മുട്ട ഞാൻ കൊണ്ടുവന്നപ്പോഴേ മുട്ടായിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ വിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചെളിയിൽ നിൽക്കുന്നതായതുകൊണ്ട് ഇതെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഗൈസ്, അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. വീഡിയോയ്ക്ക് വല്ല തെറ്റ് ഇതെല്ലാം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.